ഇത് ഞാൻ ഓൾറെഡി കണ്ടത്. ഇതിന്റെ റീൽസ് എനിക്ക് ഒരാളെ അയച്ചത്. ഇതിന്റെ റീൽ ഞാൻ കണ്ടതാ. ഫുള്ള് കാണണോ? കാണാൻ മാത്രം ഉണ്ടോ? ഓഗസ്റ്റ് 3 സ്ട്രീമിംഗിൽ ലൈവ് ചാറ്റിൽ നിന്ന് മാത്രം തൊപ്പി എന്ന സ്ട്രീമർ നേടിയത്. ഓഗസ്റ്റ് 3 സ്ട്രീം ഇതാണോ? ഇതാണ് ഓഗസ്റ്റ്. ഇത് ഞാൻ നിർത്തിപ്പോകുന്ന സ്ട്രീമല്ല. ഇതൊരു എത്ര 5-8 മാസം മുന്നിലുള്ള സ്ട്രീമല്ലേ ഇത്? ഇതാണ് ഓഗസ്റ്റ് 3 സ്ട്രീം. 2-ാം തീയതി 3-ാം തീയതി ഇനിയിപ്പോ പറയാനൊരു കാരണമായി തൊപ്പിയുടെ. ഓഗസ്റ്റ് 3 സ്ട്രീമിംഗിൽ ലൈവ് ചാറ്റിൽ നിന്ന് മാത്രം തൊപ്പി എന്ന സ്ട്രീമർ നേടിയത് 78,000 രൂപ. ഡൊണേഷനുകളും മറ്റു മാർഗങ്ങളിലൂടെയുള്ള വരുമാനങ്ങളും വേറെ. തൊപ്പിയുടെ സൂപ്പർ ചാറ്റ് വരുമാന കണക്ക് കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. സ്ട്രീമിംഗും ഗെയിമിംഗും എല്ലാം ചർച്ചകളിൽ നിറയുന്നു. ഇങ്ങനെയാണെങ്കിൽ പഠിക്കുന്നതും ജോലി ശരിക്കും ചർച്ചകളിൽ നിറയുന്നുണ്ട്. ഇത് ശരിക്കും ചർച്ച ആവുന്നുണ്ടോ? കാരണം സാധാരണക്കാരെ പോകുന്നതും കഷ്ടപ്പെടുന്നതുമെല്ലാം എന്തിനെന്ന രീതിയിൽ ചിലർ നിരാശയും ട്രോളുകളും പങ്കുവെക്കുന്നു. തൊപ്പിയുടെയും കൂട്ടരുടെയും ലോകത്തിന് പുറത്താണ് പാരലൽ വേൾഡ് എന്ന് പലരും പരിഹസിക്കുന്നു. യൂട്യൂബില് സൂപ്പർ ചാറ്റ് ഇതാക്കുമ്പോഴേക്ക് ഇങ്ങനെ വാർത്ത വരുത്തണമെങ്കിൽ മുന്നേ കിക്കിന്റെ സമയത്ത് നിന്ന് വാർത്ത വരാണ്ടെന്ന്. ആ സമയത്ത് വാർത്ത വന്നില്ലല്ലോ. ഇതിനേക്കാളും വരുമാനം ഉണ്ടാകുന്ന സമയം ഉണ്ടായിട്ടില്ലേ? ആ സമയത്ത് എന്താ വാർത്ത വരാണ്ടെന്ന്? ഇതെന്താ ഇപ്പൊ വാർത്ത? മോചനമായാണ് ചിലർ തൊപ്പിയുടെ സ്ട്രീമിംഗിനെ കാണുന്നത്. എന്റർടൈനിങ് കണ്ടന്റ് ആണ് തൊപ്പിയിലേക്ക് ആകർഷിക്കപ്പെടുന്നതിന് കാരണം. സ്ട്രീമിംഗ് ലഭ്യമാകും. MRC മാനേജ്മെന്റിന് കീഴിൽ ടീമായാണ് സ്ട്രീമിംഗിൽ പ്രത്യക്ഷപ്പെടുന്നത്. ചാറ്റ് ചെയ്യുന്നതും എല്ലാം കാണാം. പോകുമോ എന്നുള്ള വളരെ ഉള്ളവരും കൂടി ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പരിചയപ്പെടുത്തിയതാണ്. അതെ, അപ്പൊ പുതിയ കാലം പുതിയ രീതികളിൽ ഇക്കാലം സൃഷ്ടിച്ച വരുമാന മാർഗങ്ങളാണ് സ്ട്രീമിംഗും ഗെയിമിംഗും എല്ലാം. നിയമപരമായ വരുമാന മാർഗം തന്നെ. കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ ലക്ഷങ്ങളല്ല കോടിക്കണക്കിന് സമ്പാദിക്കാനാകും എന്നതാണ് അതിന്റെ ആകർഷണീയത. 4 ചുവരുകൾക്കുള്ളിൽ ഇരുന്ന് കമ്പ്യൂട്ടറും ഫോണും ഇന്റർനെറ്റും ഉണ്ടെങ്കിൽ തുറക്കപ്പെടുന്ന വലിയ ലോകം എന്ന പ്രതീതി യാഥാർത്ഥ്യം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. തൊപ്പിയും സായി പോപ്പിയും എല്ലാം ഉണ്ടാക്കുന്ന സംഖ്യയുടെ വലിപ്പമാണ് കുട്ടികളെ, പ്രത്യേകിച്ച് ടീനേജേഴ്സിനെ അവരിലേക്ക് ആകർഷിക്കുന്ന ഒരു ഘടകം. സ്ട്രീമിംഗ് ചെയ്യുന്നതും പണം ഉണ്ടാക്കുന്നതൊന്നും വലിയ തെറ്റാണ് എന്ന് തൽക്കാലം പറയാൻ കഴിയില്ല. നെഗറ്റീവ് പറയുന്നില്ല, ഇവര് സപ്പോർട്ട് ചെയ്താ പറയുന്നതാ. കുഴപ്പമില്ല. ഒന്നുമല്ലോ. കമ്മ്യൂണിറ്റി ആർമി എന്ന് തുടങ്ങിയ പേരുകളിലൊക്കെ ഈ സംഘത്തിലേക്ക് വന്നു കൂടുന്നതിലേറെയും കുട്ടികളാണ്. ടീനേജർമാർ, ജെൻ ആൽഫകളൊക്കെ. അവർക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ കുട്ടികൾ എന്ന് പറയുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞാൻ ഒരു സംഭവം കാണിച്ചു തരാം. എൻ്റെ അനലിറ്റിക്സ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എൻ്റെ യൂട്യൂബ് അനലിറ്റിക്സിൽ ഓഡിയൻസ്, ഒരു മിനിറ്റ്, ഓഡിയൻസിൽ എവിടെ മെയിൽ ഫീമെയിൽ എവിടെ? ആരോ പുച്ചിട്ട് ഇതാ ചാറ്റ്. ഇത് നോക്ക്. ഇതാ നമ്മളെ ഏജ് ഗ്രൂപ്പ്. എൻ്റെ യൂട്യൂബ് ഓഡിയൻസിന്റെ ഏജ് ഗ്രൂപ്പ് ഇതാണ്. 13 മുതൽ 17 വയസ്സ് വരെയുള്ള ഓഡിയൻസ് 6% ഉള്ളൂ. അതായത് കുട്ടികൾ എന്നുള്ള ഓഡിയൻസ് വളരെ കുറഞ്ഞു. പണ്ടാണ് ഈ കുട്ടികളുടെ ഓഡിയൻസ്, മനസ്സിലാവും. ഇപ്പോഴുള്ള ഏറ്റവും കൂടുതൽ ഓഡിയൻസ് 18 to 24 വയസ്സുള്ളവരാണ്, 47%. പിന്നെ ഉള്ള വലിയൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ 25 മുതൽ 34 വയസ്സുള്ള ആൾക്കാരാണ് 30% ഉള്ളത്. പിന്നെ 35 മുതൽ 44 വയസ്സ് വരെയുള്ളവരുണ്ട് 9%. പിന്നെ 45. പിന്നെ നമ്മളെ പാപ്പച്ചൻ പന്തളും പിന്നെ നമ്മളെ രാജേട്ടൻ തലശ്ശേരിയിലുണ്ട്. ഈ 0.8% നമ്മളെ രാജേട്ടൻ തലശ്ശേരി ഉള്ളത് 65+ ഇയേഴ്സിൽ. അപ്പം ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ 13 മുതൽ 17 വയസ്സ് വരെ ഉള്ള ഓഡിയൻസ് 6.4. അതിനേക്കാളും കൂടുതലാണ് ഈ 35 മുതൽ 44 വയസ്സ് വരെയുള്ള ഓഡിയൻസ് 9%. പിള്ളേരെക്കാളും കൂടുതൽ ഇപ്പം ഈ ഓഡിയൻസ് മാറി, മനസ്സിലാവും. എന്നിട്ട് ഇവർ ഈ പിള്ളേർ എന്ന് പറയുന്നത് അല്ല, ഒരു ഇതായിട്ട് ഒരു ഇൻസൾട്ടായിട്ട് ഞാൻ എടുക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ പിള്ളേർ ഓഡിയൻസ് ഉണ്ടാക്കാൻ പാടന്നെ, കുറച്ച് കഷ്ടപ്പാട് തന്നെ. പിള്ളേർ ഓഡിയൻസ് ഉണ്ടാക്കാനും പാടന്നെ. ഞാൻ പറയുന്നത് വെച്ചാൽ ആ ഒരു സ്റ്റീരിയോ ടൈപ്പ് ഇങ്ങനെ ഇപ്പം അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയല്ല. ഓക്കെ, ലോകത്ത് നടക്കുന്ന മറ്റൊന്നിലും, അതായത് ഈ സമൂഹം, ജീവിതം, ബന്ധങ്ങൾ അങ്ങനെയൊന്നിലും താല്പര്യമില്ലാതെയൊക്കെ വന്നാൽ തൽക്കാലം നമ്മൾ ഭയക്കുകയും ചെയ്യണം. പഠിക്കുന്നതോ അറിവ് നേടുന്നതോ ഒന്നും വലിയ കാര്യമല്ലെന്നൊരു മനോഭാവം സ്ട്രീമർമാരെ ഫോളോ ചെയ്യുന്ന കുട്ടികൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു കരുതലുണ്ടാവണം. എല്ലാവർക്കും തൊപ്പിയോ ഒന്നും ആകാൻ പറ്റില്ല എന്നുള്ളത്. ആണെങ്കിൽ തൊപ്പിയാവാം. ഞാൻ പറയുന്നത് എനിക്ക് പ്രത്യേകിച്ച് വലിയ ടാലന്റും കഴിവുണ്ടെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഞാൻ കാര്യം പറയില്ല, ഇത് ആർക്കും ആണെങ്കിൽ ഇതെല്ലാം ആകാം. അങ്ങനെ പറയാനൊന്നും പറ്റൂല, മനസ്സിലാവും. എല്ലാവർക്കും ആവാൻ പറ്റൂല എന്ന് പറയാൻ ഞാൻ എന്താ വലിയ കലാകാരനാണ്, അങ്ങനെയൊന്നുമല്ല. ഇതെല്ലാം ആർക്കും ആണെങ്കിൽ ആകാം. സത്യം പറഞ്ഞാൽ കുറച്ചൊന്ന് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മൈൻഡ് ഉണ്ടെങ്കിൽ ആർക്കും ആവാം. അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അറേബ്യൻ ഹൈപ്പർ മാർക്കറ്റ് ബഷീർ സഫിയ ഒരു ഹായ് കൊടുക്കാം. ഹായ് ബഷീർ സഫിയ.